ഈ ഒരു സെക്ഷനിൽ 6A ടേബിളും ടേബിൾ 7ഉം പരിചയപ്പെടാം. 6A ടേബിൾ എക്സ്പോർട്ട് ഇൻവോയ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ടേബിൾ 7ൽ സാധാരണ വരുന്ന B2C സപ്ലൈ അപ്ലോഡ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് എക്സ്പോർട്ടിംഗ് വോയിസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സെയിൽ ഖത്തറിലേക്ക് പോയിട്ടുള്ള ഒരു സർവീസ് ഇൻവോയ്സ് ആണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് വരുന്നില്ല. അത് പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും അതിന് നമ്മൾ LUT GSTയിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി LUT എടുത്തില്ലെങ്കിൽ ടാക്സ് കാണിച്ച ശേഷം പിന്നീട് നമുക്ക് റീഫണ്ട് ചെയ്തു എടുക്കാനായി സാധിക്കും. ഏറ്റവും അനുയോജ്യം LUT എടുത്ത് സപ്ലൈ ചെയ്യുന്നതാണ്. ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സപ്ലയർ നിങ്ങളുടെ LUT ഫോം ചോദിക്കും. ഇത് സർവീസ് ഇൻവോയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റും ഇൻവോയ്സ് നമ്പറും എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. പ്രോഡക്റ്റ് ആണെങ്കിൽ പോർട്ട് കോഡും എക്സ്പോർട്ട് നമ്പറും കാണിക്കണം. GST പേയ്മെന്റ് എപ്പോഴും വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് കാണിക്കണം. നമ്മൾ LUT രജിസ്റ്റർ ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇവിടെ അറ്റത്തിന്റെ യഥാർത്ഥ റേറ്റ് ഏതാണോ അവിടെ തന്നെ ടാക്സബിൾ വാല്യൂ കാണിക്കുക. ടാക്സ് 0 തന്നെയായിരിക്കും. എന്നിട്ട് സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് B2C സപ്ലൈ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നാണ്. എക്സലിൽ നോക്കുമ്പോൾ പല റേറ്റിൽ ഉള്ള സപ്ലൈ കാണാൻ സാധിക്കും. B2C ആയതുകൊണ്ട് തന്നെ ഓരോ ബില്ലും സെപ്പറേറ്റ് കാണിക്കണം എന്നില്ല. ടാക്സ് റേറ്റിന്റെ അഗ്രിഗേറ്റ് സപ്ലൈ കാണിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്ലേസ് ഓഫ് സപ്ലൈയും റേറ്റിന്റെ അഗ്രിഗേറ്റ് സപ്ലൈ കറക്റ്റ് ആയി കാണിച്ചാൽ മതി. സാധാരണ വരുന്ന IGST B2C സപ്ലൈയും ഇവിടെ തന്നെ കാണിച്ചാൽ മതി. നിലവിലുള്ള എല്ലാ സെയിൽസും നമ്മൾ കാണിച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു സെക്ഷനിൽ ടേബിൾ 6ഉം ടേബിൾ 7ഉം പരിചയപ്പെട്ടു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഫോംസ് നമുക്ക് പരിചയപ്പെടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു സീരീസ് GST പഠിക്കാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.